അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 63-ാം സങ്കീർത്തനമാണ്. യഹൂദ മരുഭൂമിയിലിരിക്കും കാലത്ത് ദാവീദ് ഈ സങ്കീർത്തനം എഴുതി എന്ന് 63-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വരണ്ട മരുഭൂമിയിൽ ഇരിക്കുന്ന ദാവീദിന് വെള്ളത്തിനായുള്ള ദാഹമല്ല, പിന്നെയോ ദൈവത്തിനായുള്ള ദാഹമാണ് എന്ന് 63-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവിൽ ദാരിദ്ര്യമുള്ള വ്യക്തികൾക്ക് ഇപ്രകാരം ഒരു ദാഹം ഉണ്ടാവുകയുള്ളൂ. മരുഭൂമിയിൽ ജീവിക്കുവാൻ സാഹചര്യം വന്നാൽ സ്വാഭാവികമായും ദാഹജലത്തിനായി ദാഹിക്കും എന്നതിന് സംശയമില്ല. എന്നാൽ ദാവീദിന് ദൈവസാന്നിധ്യം ലഭിക്കുവാൻ അവൻ കാത്തിരിക്കുകയാണ്. തന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. 63-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ദയ അഥവാ സ്നേഹം ജീവനേക്കാൾ നല്ലതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ആ സ്നേഹം മാത്രമേ കല്ലറയ്ക്കപ്പുറത്തേക്കും കടന്നു വന്ന് നമ്മെ സ്നേഹിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്നേഹം കുഞ്ഞിനെ അമ്മ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ഈ സ്നേഹത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പരാജയപ്പെട്ടു. മനുഷ്യ സ്നേഹം വ്യവസ്ഥകളോട് കൂടിയതാണ്. ഇങ്ങോട്ട് സ്നേഹിച്ചാൽ മാത്രമേ അങ്ങോട്ട് സ്നേഹിക്കുവാൻ മനുഷ്യർ തയ്യാറാകൂ. ദൈവസ്നേഹം അപ്രകാരമല്ല. ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ് ദൈവസ്നേഹം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിൻ്റെ സ്നേഹം എനിക്ക് ജീവനേക്കാൾ നല്ലതാകുന്നു എന്ന്. 63-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, നീ എനിക്ക് സഹായം ആയിരുന്നുവല്ലോ. അനേകം കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒന്നിനു പിറകിൽ ഒന്നായി തനിക്ക് പിന്നാലെ കടന്നു വന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം താൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ശൗൽ രാജാവ് തനിക്ക് ശത്രുവായി തീർന്നു, അതും കാരണം കൂടാതെ. അഹീതോഫേൽ തനിക്ക് ശത്രുവായി തീർന്നു. തൻ്റെ മകൻ അബ്ശലോം തനിക്ക് ശത്രുവായി തീർന്നു. ഇവരെല്ലാവരും ശത്രുവായി തീരുക മാത്രമല്ല, തന്നെ കൊല്ലുവാൻ തക്കവണ്ണം ഉപായം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവരെല്ലാവരും ഒരുക്കിയ കെണികളും വലകളും അവർക്ക് തന്നെ പ്രതികൂലമായി തീർന്നു. ദാവീദിന് ദോഷം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ ദാവീദ് പറയുകയാണ്, ഞാൻ നേരിട്ട പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുവാൻ തക്കവണ്ണം യഹോവേ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ എന്ന്. 63-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ദാവീദിനും ദാനിയേലിനും ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും അവരുടെ പ്രതികൂലങ്ങളിൽ സഹായകനായിരുന്നു. തീയിൽ വീണപ്പോൾ ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ദൈവം തീയിൽ ഇറങ്ങി അവരെ രക്ഷിച്ച് നല്ല സഹായകനായി തീർന്നു. ദാനിയേലിന് സിംഹക്കുഴിയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സഹായകനായി തീർന്നു. ദാവീദിന് ഗോലിയാത്തിൻ്റെ മുമ്പിലും സിംഹത്തിൻ്റെ മുമ്പിലും കരടിയുടെ മുമ്പിലും ദൈവം സഹായകനായി ഇറങ്ങിച്ചെന്നു. എന്തുകൊണ്ടാണ് അവർക്ക് ദൈവം സഹായകനായി ഇറങ്ങിച്ചെന്നത്? 63-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നിന്റെ ചിറകിൻ നിഴലിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 91-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ 91-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കണം, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും വേണം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക, സർവശക്തൻ്റെ നിഴലിൽ പാർക്കുക എന്നാൽ എന്താണെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ദാസന്മാർക്ക് യഹോവ സഹായമായി തീർന്നത് അവർ യഹോവയുടെ വചനം അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിച്ചതുകൊണ്ടാണ്, കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചതുകൊണ്ടാണ്. ഈ ഭാഗങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. 63-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോശുവായുടെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുകുമാറാക്കി, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു എന്ന് കാലേബ് യോശുവയോട് പറയുകയാണ്. ദേശം ഉറ്റുനോക്കുവാൻ പോയ 12 ഗോത്രപ്രധാനികളിൽ 2 പേരാണ് യോശുവയും കാലേബും. 10 പേർ ദേശം നമുക്ക് കൈവശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ തകർത്തപ്പോൾ
യെഫുന്നയുടെ മകൻ കാലേബ് അവരെ അമർത്തിക്കൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ആ ജാതികൾ ശക്തന്മാർ തന്നെയെങ്കിലും യഹോവ നമുക്ക് അവരെ കീഴാക്കി തരും. ഇപ്രകാരം പറഞ്ഞ് കാലേബ് ജനത്തെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ യഹോവ കാലേബിനെ നോക്കി പറയുകയാണ്: കാലേബിന് വേറെ ഒരു ഹൃദയമുണ്ടെന്ന്. ദൈവം അവനിൽ പ്രസാദിച്ചു, അവൻ ദൈവപക്ഷത്ത് ചേർന്ന് നിന്നു. സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 18 അധ്യായം 6 വാക്യത്തിൽ ഹിസ്കിയാവിനെ കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ യഹോവയോട് ചേർന്നിരുന്നു, അവനെ വിട്ട് പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നു. ചുരുക്കി പറഞ്ഞാൽ 63 സങ്കീർത്തനം 8 വാക്യത്തിൽ എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നതിനെയാണ് എന്ന് സ്പഷ്ടം. അങ്ങനെ ജീവിക്കുന്നവരെ ദൈവത്തിൻ്റെ വലങ്കരം താങ്ങും എന്ന് 63 സങ്കീർത്തനം 8 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവം നമുക്ക് വാഗ്ദാനം തരുന്നുണ്ട്. 63 സങ്കീർത്തനം 9 വാക്യത്തിൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവർക്കെതിരെ എത്ര ഉന്നതനായ വ്യക്തി പ്രവർത്തിച്ചാലും അവർ തങ്ങൾക്ക് തന്നെ നാശം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവവചനം പ്രമാണിക്കുന്ന വ്യക്തികൾക്ക് ദൈവം സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ ചോരത്തെളിയും പെസഹായും ആചരിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിച്ചതിനാൽ ദൈവം അവരെ മിസ്രയീമിൻ്റെ ഇരുമ്പു ചൂളയിൽ നിന്നും വിടുവിച്ച് ചെങ്കടലിൽ കൂടി വഴിയൊരുക്കി അക്കരെ എത്തിച്ചു. എന്നാൽ അവരെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഫറവോനെയും സൈന്യത്തെയും യഹോവ ചെങ്കടലിൽ മുക്കി കൊന്നുകളഞ്ഞു. അതുപോലെ ബത്ശേബയോടുള്ള ബന്ധത്തിൽ തെറ്റ് ചെയ്ത ദാവീദ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചതറിയാതെ അവനെ ഒടുക്കിക്കളയുവാൻ ദാവീദിൻ്റെ തന്നെ സ്വന്തം മകനായ അബ്ശലോമിനെ ഉദ്യമിപ്പിച്ച ബത്ശേബയുടെ അപ്പനായ ഏലിയാമിൻ്റെ അപ്പനായ അഹീതോഫേൽ കെട്ടി ഞാൻ ചാകേണ്ടി വന്നു. നാം ഒരിക്കലും ആർക്കെതിരെയും ദോഷം ചിന്തിക്കരുതെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ കാരണം, നാം ദോഷം ചിന്തിക്കുന്ന വ്യക്തി ആരാണോ അയാൾ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൻ്റെ പ്രിയനായി ജീവിക്കുന്നവനാണെങ്കിൽ ദൈവത്തിന് നമ്മെ ശിക്ഷിക്കേണ്ടി വരും. അതിനാൽ നാം വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്തും യഹോവയെ കാത്തിരിക്കുന്നവനായ ഭക്തൻ, അവൻ യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കുന്നവനാകയാൽ സകല കഷ്ടങ്ങളിലും ദൈവം അവന് സഹായകനായിത്തീർന്നു. അവൻ യഹോവയുടെ പ്രമാണം അനുസരിച്ചുകൊണ്ട് അവനോട് പറ്റിയിരുന്നതും മൂലം പ്രബലനായ ശത്രുക്കൾക്ക് പോലും അവനെ ജയിക്കുവാൻ സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ദൈവവചനം അനുസരിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവനോട് പറ്റിയിരിക്കുകയും ചെയ്താൽ നമ്മെ ദുഷ്ടൻ കാണാതെ വണ്ണം കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ ചെറുകടയിൽ നമ്മെ മറച്ച് സൂക്ഷിക്കും. ആയതിനാൽ നമുക്ക് കർത്താവിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാം, നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് രോഗത്തിന് ആശ്വാസം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. ആരെങ്കിലും ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കങ്ങ് പ്രത്യാശ നൽകിക്കൊടുത്ത് അവരെ പ്രതികൂലത്തിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.